ആ പുസ്തകം ശരിക്കും ഒരു സാഹസിക സഞ്ചാരിയുടെ ഒരു ആത്മകഥയാണ്. തീർത്തും സാഹസികമായിട്ട് 50ലധികം രാജ്യങ്ങള് യാതൊരു ഔദ്യോഗിക രേഖയില്ലാതെ, പാസ്പോർട്ട് ഇല്ലാതെ, വിസ ഇല്ലാതെ, ഉള്ള പാസ്പോർട്ട് തന്നെ കള്ള പാസ്പോർട്ടാക്കി എടുത്ത് രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു സാഹസിക യാത്ര. ഒരു പക്ഷേ ഇനി മറ്റാർക്കും സാധ്യമാവാത്ത രീതിയിലുള്ള ഒരു യാത്രയാണത്. അതുകൊണ്ട് തന്നെയാണ് ആ യാത്രയുടെ കഥകൾ നമുക്കത്ര രസകരമായിട്ട് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മൊയ്തു കീഴ്ശ്ശേരി ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചു. അവിടുത്തെ സംസ്കാരം, അതുപോലെ ജനങ്ങൾ, ഭൂപ്രകൃതി ഒക്കെ വിശദമായിട്ട്, കേവലം പോകുന്നു വരുന്നു എന്നതിലപ്പുറം അവിടെ ജീവിക്കുന്നു എന്ന് പറയാനാണ് കഴിയുള്ളൂ. കാരണം ആ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ നിരീക്ഷണങ്ങളും വളരെ രസകരമായിട്ട് തോന്നി. അതിൽ വളരെ മനോഹരമായിട്ട് അത് വർണ്ണിച്ചിട്ടുണ്ട്. ഓരോ രാജ്യങ്ങൾ പോകുമ്പോഴും അവിടുത്തെ ആളുകളുടെ കുറിച്ചും, ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ചും, അവിടുത്തെ പ്രകൃതിയെക്കുറിച്ചും, ഭക്ഷണ രീതിയെക്കുറിച്ചും, സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ അതിൽ നന്നായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ നടത്തിയ യാത്രകളിലെ അപകടങ്ങളെക്കുറിച്ച്, അദ്ദേഹം ഓരോ അതിർത്തി കടക്കുമ്പോഴും വളരെ പ്രയാസകരമായിട്ട്, അതുപോലെ അപകടം നിറഞ്ഞ രീതിയിലാണ് ഓരോ അതിർത്തികളും. ഈ അതിർത്തി കടക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പലപ്പോഴും അതിർത്തി കടക്കാൻ രാത്രികളെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. രാത്രികളെ ആശ്രയിച്ചു, പലപ്പോഴും അത് സക്സസ് ആയിരുന്നു. ചിലപ്പോൾ അദ്ദേഹം പിടിക്കപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോൾ എന്നല്ല മിക്കവാറും സമയങ്ങളിൽ അദ്ദേഹം പല രാജ്യങ്ങളിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാനിന്ന് അതിർത്തി കടക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തുർക്കിയുടെ പല രാജ്യങ്ങളുടെ, അഫ്ഗാനിസ്ഥാനിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിലോട്ട് പോകുമ്പോഴും അദ്ദേഹം പിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെ കൺവിൻസ് ചെയ്തിട്ടാണ് അടുത്ത ഒരു യാത്രയിലേക്ക് പോകുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തെ മടക്കി അയക്കാറുണ്ട്. അത് വളരെ അവിശ്വസനീയമാണ്. ഇറാനിനൊക്കെ പിടിക്കപ്പെട്ടു, പിന്നെ അത് ഇറാൻ ആർമിയുടെ ഭാഗമായിട്ട് മാറി. അതെ, ഇർണയിലൊക്കെ അദ്ദേഹം ഇറാന്റെ ഔദ്യോഗിക വാർത്താ ചാനലാണെന്ന് തോന്നുന്നു ഇർണ. അപ്പൊ അതിലൊക്കെ അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള അവസരം കൂടെ കിട്ടി എന്നുള്ളതാണ്. അദ്ദേഹം പാകിസ്ഥാനിൽ അദ്ദേഹം പിടിക്കപ്പെടുന്നത്, ആ കഥ അദ്ദേഹം പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ പിടിക്കപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ട്, ജയിലിൽ നിന്ന് ഒരിക്കൽ നിസ്കരിച്ച് ഇങ്ങനെ ഖുർആൻ ഓതാണ്. അപ്പോൾ ലാസ്റ്റ് ഖുർആന് മടക്കി വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പട്ടാളക്കാരൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയോ? ഞങ്ങളെക്കാട്ടിലും മനോഹരമായിട്ട് നിങ്ങൾ ഓതുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ വേഗം കൺവിൻസ്ഡ് ആയി. അങ്ങനെ അവരുടെ ഒരു ഇമാമായിട്ട് അദ്ദേഹത്തെ നിയമിക്കുന്ന ഒരു സംഭവം അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ പിടിക്കപ്പെടലുകളും അതിർത്തി കടക്കലുകളൊക്കെ അവിശ്വസനീയമായ ഒരുപാട് സാഹചര്യങ്ങളോട്. അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഡമാസ്കസിലെത്തിയപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും റിസ്ക് പിടിച്ചിട്ട് ഇത്രയും യാത്രകൾ നടത്തുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട്, ആളുകളുടെ സംസ്കാരം, അതുപോലെ അവിടുത്തെ ജീവിത രീതി എല്ലാം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനാണെന്നുള്ള ഒരു കാര്യം അവിടെ വിദ്യാർത്ഥികളോട് പറയുന്നുണ്ട്. ഇപ്പൊ ഈ യാത്രയോടുള്ളൊരു താല്പര്യം ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട്, ചെറുപ്പം മുതൽ ഇങ്ങനെ ട്രെയിനിൽ വെറുതെ കയറിയിട്ട് വെറുതെ യാത്ര ചെയ്ത് തിരിച്ചു പോരും. അങ്ങനെ പിന്നെ അത് ഒരു ഭ്രമമായിട്ട് മാറിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യണത്, ഈ അതിർത്തികൾ കടക്കാൻ വേണ്ടിയിട്ടും യാത്രകൾക്ക് കൂടുതൽ സാഹസികത, നേരിട്ട യാത്രകൾക്കൊക്കെ അദ്ദേഹം തയ്യാറാവണത്. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഈ യാത്ര തടസ്സപ്പെടുന്ന ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴും, ഓരോ നാട്ടിലെത്തി അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും എന്നുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അതിന് മറികടന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, യാത്ര തുടരുന്നുണ്ട്. അദ്ദേഹത്തെ സഹായിച്ച ചില ആളുകൾ ചിലപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കല്യാണമൊക്കെ ആലോചിച്ച് അവിടെ അവരുടെ കൂടെ താമസിക്കാനൊക്കെ നിർബന്ധിക്കുന്ന സമയത്ത് അദ്ദേഹം അതിന് തയ്യാറാവാതെ വീണ്ടും യാത്ര തുടരാണ്. ലോകം കാണാന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം അദ്ദേഹത്തിന് ഒരു ഭ്രമമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോഴാണ് അദ്ദേഹം ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും, ഇപ്പോൾ തുർക്കിയിൽ ചെല്ലുമ്പോഴാണെങ്കിൽ അവിടുത്തെ സഹായിയുടെ മകളെ ഗോക്ചിൻ എന്നാണ് പേര് തോന്നുന്നു. അതുപോലെ പാകിസ്ഥാനിലെത്തുമ്പോൾ ഫിദ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ഇറാനിലോട്ട് എത്തുമ്പോൾ മെഹർ എന്ന പേരുള്ള ഒരു പട്ടാളത്തിലെ ഒരു യുവതി, അങ്ങനെ മെഹർനൂഷ്, അങ്ങനെ വിവിധ ഇടത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് ഇതേപോലെ കല്യാണം എന്ന് പറഞ്ഞ പോലെ ഒരു പ്രണയം, റഷ്യയിലും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു തോന്നുന്നു. മാത്രം ഈ പ്രണയാനുഭവങ്ങൾ മാത്രമാക്കിയിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദർദ് ജുദായി. ദർദ് ജുദായിന്റെ അർത്ഥം എന്തായിരുന്നു? ദർദ് ജുദായി എന്ന് പറഞ്ഞാൽ വേദന. അതും വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഈ ആത്മകഥയുടെ പേര് ലിവിങ് ഓൺ ദ എഡ്ജ്. ഒരു എഡ്ജ് തന്നെയാണ് അത്. അതെ, സാഹസികമായിട്ട് നടത്തുന്ന ഒരു യാത്രകൾ.
ഇനി അങ്ങനത്തെ ഒരു യാത്ര ആളുകൾക്ക് സാധ്യമല്ല. കാരണം ഇന്നത്തെ രേഖകളൊക്കെ ഡിജിറ്റലൈസ്ഡ് ആയി, രേഖകളുള്ളവരെ തന്നെ പിടിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഷാരൂഖ് ഖാനെ വരെ എയർപോർട്ടിൽ വെച്ച് തടയുന്ന അവസ്ഥ ഉണ്ടായല്ലോ. പിന്നെ അദ്ദേഹം നടത്തുന്ന യാത്രകളിൽ ഭക്ഷണ രീതികളെ കുറിച്ച് പറഞ്ഞു നേരത്തെ. അപ്പോ തുർക്കിയിലാണെങ്കിലും ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിലും കസഖിസ്ഥാനിലാണെങ്കിലും ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ ഭക്ഷണ രീതി അദ്ദേഹം വിവരിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട്. ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മിക്കവാറും നോൺ വെജ് ആണ് പലയിടത്തും പ്രധാനം. കബാബാണെങ്കിലും അങ്ങനെയുള്ള ഇറച്ചി ഐറ്റംസ് ഒരുപാട് പറയുന്നുണ്ട്. അതേപോലെ ആളുകളുടെ പ്രകൃതത്തെ കുറിച്ച് പറയുന്നുണ്ട്. ചൈനയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് ആളുകൾ വളരെ ഊർജ്ജസ്വലരാണ്, ഭയങ്കര കഠിനാധ്വാനികളാണ്, അവിടെ വെറുതെ ഇരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കൂല എന്ന് പറയുന്നുണ്ട്. അഫ്ഗാനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് അവിടെ അലസന്മാരാണ്, അവിടെ കുറെ ആളുകൾ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നാടുകളിലെയും ആളുകളെ അദ്ദേഹം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഈ ബുഹാറയിൽ എത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ എന്താണ് സ്ത്രീധനം ഒരു ശാപമായിട്ട് കാണുന്ന ജനങ്ങളാണ് ബുഹാറയിലുള്ളത് എന്ന ഒരു കാര്യം അദ്ദേഹം നോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ യാത്രകളിലൂടെ ഒക്കെ കിട്ടുന്ന കുറെ സാധനങ്ങൾ അദ്ദേഹം സൂക്ഷിക്കുന്ന ഒരു ഹോബി അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലൊക്കെ ഈ പുരാവസ്തുക്കൾ ശേഖരിക്കുക, അത് അദ്ദേഹത്തിന്റെ വീട് തന്നെ ഒരു മ്യൂസിയം ആയിട്ട് ലാസ്റ്റ് മാറിയിരുന്നു. അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങളിൽ വരെ പങ്കെടുത്തിട്ടുണ്ട്. പല രാജ്യങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ഭാഗ്യം കൂടി ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ യാത്രകളിലൂടെ. പ്രത്യേകിച്ച് ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാൻ ബലൂചിസ്ഥാനുമായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ട്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അഫ്ഗാനിസ്ഥാനിൽ അത്രയും നരനായാട്ട് നടക്കുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ ഉണ്ട്. ആ സമയത്ത് അവിടുത്തെ ഭീകരമായ അവസ്ഥ അദ്ദേഹം നമ്മൾ വിവരിക്കുന്നുണ്ട്. കുട്ടികളുടെ അവസ്ഥ, ഈ സ്ത്രീകളോട് ചെയ്യുന്ന ക്രൂരതകൾ, പിന്നെ എങ്ങനെയാണ് അവിടുത്തെ കുട്ടികളിൽ എന്താ പറയുക ഇവർക്കെതിരെയുള്ള ഇവർക്ക് എങ്ങനെയാണ് തോക്ക് എടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അത്രയും മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു റഷ്യ നടത്തിയിരുന്നത്. എങ്കിലും റഷ്യ പരാജയപ്പെട്ടു. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും അമേരിക്കയാണ് ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തി എന്നുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു പേരും കൂടിയാണ് റഷ്യയും കൂടെ. കാരണം കസാഖിസ്ഥാനിലാണെങ്കിലും ഉക്രൈനിൽ അദ്ദേഹം പോകുന്നുണ്ട്. ഉക്രൈനിൽ പോകുന്ന സമയത്തും സോവിയറ്റ് യൂണിയൻ്റെ നെല്ലറ എന്നൊക്കെ വിശേഷിപ്പിച്ചൊരു രാജ്യമാണ് ഉക്രൈന്. അപ്പോൾ അവിടെയും റഷ്യയുടെ കൈക്കടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും റഷ്യയുടെ ഒരു എന്താണ് പറയാ ഭീകരമായ ആക്രമണങ്ങൾ അതെ പല രാജ്യങ്ങളും നേരിട്ടിട്ടുണ്ട്. അപ്പം അതും കൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു.